ഹല്ലേലൂയ. പ്രൈസ് ലോർഡ് ജീസസ്. യേശുവിൻ്റെ രക്തതാഴ്ചയിൽ, യേശുവിൻ്റെ രക്തതാഴ്ചയിൽ, യേശുവിൻ്റെ താഴ്ചയിൽ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കർത്താവേ, എനിക്ക് സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രമപ്പ. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ചെയ്യും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ അനുഗ്രഹമേറിയ വൈകിയ വേളയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് നമ്മളെല്ലാവരെയും സഹായിച്ചു. ഞാൻ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ആ വലിയ ദൈവനായി, കൃപയ്ക്കായി നമുക്കെല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ദൈവമക്കളെ, പ്രൈസ് ലോർഡ്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ തക്കവണ്ണം ദൈവമായി കർത്താവ് നമുക്ക് ഒരുക്കി തരുന്ന നല്ല സന്ദർഭങ്ങളെ അത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി തന്നെ നമുക്ക് ചെലവഴിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയരെ, ഞാൻ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക് ഇന്ന്. കാരണം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് വളരെ അനുഗ്രഹമേറിയ ഒരു കർത്തവ്യമാണ്. അത് ആ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ദൈവമക്കളെ, ഞാനൊരു ഗാനം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഗാനത്തിന് ശേഷമായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ദൈവമായി കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ, കർത്താവിൻ്റെ കൃപ മാത്രമാണ് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നു? കർത്താവിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ദൈവത്തിന് നന്ദി പറയുക എന്നത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നാം നാൾതോറും ദിനം തോറും നന്ദി അർപ്പിക്കുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മിൽ നിന്ന് അതാ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ നാം വലിയ കാര്യങ്ങളൊന്നും കർത്താവിന് ചെയ്യാൻ പറ്റില്ല. ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുവാൻ പ്രിയരെ നമുക്കെല്ലാവർക്കും ഉണരാം. പ്രൈസ് ദി ലോർഡ്. അത് നന്ദി അർപ്പിക്കുന്ന ഒരു തമിഴ് ഗാനം പാടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവമായി കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. பாவங்களை போக்கினார் நன்றி சொல்வேன், பயமதையை நீக்கினார் நன்றி சொல்வேன். பாவங்களை போக்கினார் நன்றி சொல்வேன், பயமதையை நீக்கினார் நன்றி சொல்வேன். பரிவுடனை நோக்கினார் நன்றி சொல்வேன், பாதகளை காட்டினார் நன்றி சொல்வேன். உண்மை அன்பு நீதியே உணரச் செய்த இயேசுவே, குலமாக பாடியே நன்றி சொல்வேன். உண்மை அன்பு நீதியே உணரச் செய்த இயேசுவே, குலமாக பாடியே நன்றி சொல்வே. நன்றி நன்றி என்னும் நன்றி சொல்வே, நன்றி நன்றி என்னும் நன்றி சொல்வே, நன்றி நன்றி என்னும் நன்றி சொல்வே, நன்றி நன்றி என்னும் நன்றி சொல்வே. என்னில் வந்த நாதனுக்கு, என்னை காக்கும் தேவனுக்கு உற்சாக என்றும் நன்றி சொல்வே. வாழ்வளித்த வள்ளலுக்கு, வாழ்வளிக்கும் இயேசுவுக்கு வா என்று முழங்க நன்றி சொல்வே. நன்றி நன்றி என்னும் நன்றி சொல்வே, நன்றி நன்றி என்னும் நன்றி சொல்வே, நன்றி நன்றி என்னும் நன்றி சொல்வே. நாமே நன்றி நன்றி என்னும் நன்றி சொல்வே. எளியவரை நோக்கினார் நன்றி சொல்வேன், ஏழைகளை நேசித்தார் நன்றி சொல்வேன். எளியவரை நோக்கினார் நன்றி சொல்வேன், ஏழைகளை நேசித்தார் நன்றி சொல்வேன். அடிமகளின் சிலம்பொழித்தார் நன்றி சொல்வேன், அடியாரின் குரல் கேட்டார் நன்றி சொல்வேன். ஒருமை தரும் நீதியே உணரச் செய்த இயேசுவே, ஆடியே பாடியே நன்றி சொல்வேன். ஒருமை தரும் நீதியே உணரச் செய்த இயேசுவே, ஆடியே பாடியே நன்றி சொல்வே. நன்றி நன்றி என்னும் நன்றி சொல்வே, நன்றி நன்றி என்னும் நன்றி சொல்வே.
நன்றி நன்றி என்னும் நன்றி சொல்வே, நன்றி நன்றி என்னும் நன்றி சொல்வே, நன்றி 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 என்னும் நன்றி சொல்வே, நன்றி 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 என்னும் நன்றி சொல்வே, 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 நன்றி நன்றி என்னும் நன்றி சொல்வே. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ഓരോരുത്തരും കർത്താവിന് നന്ദി അർപ്പിക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദിവസങ്ങളും ദൈവം നമുക്ക് ദാനമായി തരുമ്പോൾ രാവിലെ സമയം മുതൽ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ കണ്ണിൽ ഉറക്കം വരുന്നത് വരെ ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങളും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം തന്നെ കർത്താവ് സംഭവിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കഴിഞ്ഞ 31 മുതൽ പ്രൈസ് ദി ലോർഡ് ഇന്ന് 9-ാം തീയതി വരെയിലും ഹല്ലേലൂയ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ അനുഗ്രഹമേറിയ ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകൾ നമുക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല, കാരണം നമ്മൾ അതിന് നന്ദി പറഞ്ഞെങ്കിലേ മതിയാവുകയുള്ളൂ. ഓരോ ദിവസങ്ങളിലും അനുഗ്രഹമേറിയ നല്ല വിഷയങ്ങൾ കൊടുത്ത് അതിൽ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠ ദാസന്മാരുടെ അനുഗ്രഹമേറിയ സന്ദേശങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് ഉണരുവാൻ കഴിയുന്നു എന്നതെനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരോ ദിവസങ്ങളിലും നമുക്ക് നൽകപ്പെട്ടിരുന്നത് ആ ദാസന്മാരെ ഓർത്ത് അവർക്കൊരു നന്ദി പറയുവാൻ തക്കവണ്ണം കർത്താവ് നമുക്കൊരുക്കി തന്ന ഈ ശ്രേഷ്ഠമേറിയ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, 31-ാം തീയതി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസി സിസ്റ്റർ റോസ്ലിൻ സുരേഷ് ഫ്രം ഈറോഡ്, പ്രിയ കർത്തൃദാസി, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ, പ്രിയദാസിയുടെ കഷ്ടതയുടെ നടുവിൽ ദൈവിക ദർശനം എന്ന ആ വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് നല്ല ഒരു വചന സന്ദേശം നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് ഒത്തിരി നന്ദി പറഞ്ഞാൽ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അനേക ദൈവമക്കൾ ഓൺലൈനിൽ ഉണ്ടായിരുന്നവർക്കും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന അഡ്മിന്മാർ, മറ്റ് മെമ്പേഴ്സ്, ദാസന്മാർ എല്ലാവർക്കും അന്നത്തെ ദിവസം മെസ്സേജുകൾ കേട്ടിരുന്ന, ശ്രദ്ധിച്ചിരുന്ന സകലർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷമായിട്ട് 1-ാമത്തെ ദിവസം 1-2-21 പാസ്റ്റർ സിംസൺ കെ ജോസഫ്, പ്രിയ കർത്തൃദാസൻ ഫ്രം റാന്നി, പ്രിയ കർത്തൃദാസൻ്റെ സഭ ദൈവത്തിൻ്റെ തോട്ടം എന്ന വിഷയത്തെ ആസ്പദമാക്കി മനോഹരമേറിയ ഒരു സന്ദേശം, വളരെ അനുഗ്രഹമേറിയ ഒരു സന്ദേശം, അത് ഓർമ്മിക്കുവാൻ വകയുണ്ട്. ദൈവമക്കളെ, കർത്താവിൻ്റെ സഭ അതായത് ദൈവത്തിൻ്റെ തോട്ടം എന്നത് വളരെ മനോഹരമായിട്ട് അതിൽ വർണ്ണിക്കുകയുണ്ടായി. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്, പ്രത്യേകിച്ച് പ്രിയ കുടുംബത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ റോസ് ഫാമിലിയുടെ നാമത്തിലും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-ാമത്തെ ദിവസം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സുഗതൻ കോരാനി, പ്രിയ കർത്തൃദാസൻ, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വർണ്ണിക്കുകയുണ്ടായി. വളരെ മനോഹരമായിരുന്നു. വളരെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയുണ്ടായി. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും അതോടൊപ്പം തന്നെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ നാമത്തിലുള്ള നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷമായിട്ട് 3-ാം തീയതി കർത്താവിൽ അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ MG മോനച്ചൻ അവർകൾ ന്യായപ്രമാണവും കൃപയുടെ പ്രമാണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ മനോഹരമായി ആ വിഷയത്തെ വർണ്ണിക്കുകയുണ്ടായി. വളരെ അനുഗ്രഹമായിരുന്നു. അനേകർ ഈ വിഷയങ്ങളിലൂടെ എന്നോട് സംസാരിക്കുകയുണ്ടായി. ദൈവമക്കളെ, അനേകർക്കത് അനുഗ്രഹമായിരുന്നു, ആശ്വാസമായിരുന്നു. വിഷയങ്ങളിൽ നിന്ന് അനേക കാര്യങ്ങൾ അത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്നത് ഞാൻ ഈ സമയം അറിയിക്കട്ടെ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോടും കുടുംബത്തോടും എൻ്റെയും എൻ്റെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെയും നാമത്തിലുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് 4-ാം തീയതി കർത്താവിൽ അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ റോബിൻ മാത്യു
ഫ്രം കണ്ണൂർ. പ്രിയ കർത്തൃദാസിൻ്റെ അനുഗ്രഹമേറിയ സന്ദേശമായിരുന്നു. നമുക്കായി സകലവും നിവർത്തിച്ച യേശു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എനിക്കത് പറയാൻ അതായത് എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് ദേവദാസൻ അത് വർണ്ണിക്കുമ്പോൾ പ്രിയരെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്ന ഇടത്തിൽ എൻ്റെ കണ്ണുനീർ വന്ന ഒരു മെസ്സേജായിരുന്നു അത്. വളരെ സന്തോഷം തോന്നി എനിക്ക്, വളരെ സന്തോഷം തോന്നി. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ പ്രിയ കർത്തൃദാസൻ വളരെ മനോഹരമായിട്ട് അതിനെ വർണ്ണിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനോടും കുടുംബത്തോടും എൻ്റെ മനസ്സിന് അത് നിറഞ്ഞുള്ള നന്ദി ഞാൻ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ നിന്നുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ. 5-ാം തീയതി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസി, ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്ത് സിസ്റ്റർ ഷീല തോമസ് ഫ്രം മുംബൈ, പ്രിയ കർത്തൃദാസിയുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന വിഷയത്തിൽ നിന്ന് പ്രിയ കർത്തൃദാസി അനുഗ്രഹമേറിയ സന്ദേശം നൽകുകയുണ്ടായി. പ്രിയ കർത്തൃദാസിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തോടും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ നിന്നുള്ള അതിൻ്റെ നാമത്തിലുമുള്ള നന്ദി ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തട്ടെ. കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ. അടുത്ത ദിവസം 6-ാം തീയതി കർത്താവിൽ അനുഗ്രഹീത ദൈവദാസി സിസ്റ്റർ ദിവ്യ അനിൽ, പ്രിയ കർത്തൃദാസി ദൈവിക വാഗ്ദത്തങ്ങളെക്കുറിച്ച്, ദൈവമക്കളെ, ഒരു ദൈവിക വാഗ്ദത്തം അത് എത്രമാത്രം അനുഗ്രഹമേറിയതെന്ന ആ ഒരു മെസ്സേജിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. പ്രിയ കർത്തൃദാസിയും കുടുംബത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പിന്നെയും എൻ്റെയും എൻ്റെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെയും നാമത്തിലുള്ള നന്ദി ഞാൻ ഈ സമയം രേഖപ്പെടുത്തുന്നു. കർത്താവ് ധാരാളമായി പ്രിയ കർത്തൃദാസിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് 7-ാം തീയതി 7/2 കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ EJ യേശുദാസ് ഫ്രം രാജസ്ഥാൻ, പ്രിയ കർത്താവിൻ്റെ ദാസനും പ്രിയ സിസ്റ്റർ കർത്തൃദാസി സിസ്റ്റർ പ്രിയ യേശുദാസ് കുഞ്ഞുങ്ങളടക്കം നമുക്ക് നല്ല മനോഹരമേറിയ ഗാന ശുശ്രൂഷയോടുകൂടി കർത്താവിൻ്റെ ശ്രേഷ്ഠ വചനം പ്രൈസ് ദി ലോർഡ്, നോഹയുടെ കാലവും മനുഷ്യപുത്രൻ്റെ വരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നോഹയുടെ കാലം അത് എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഉള്ള കാലഘട്ടവുമായിട്ട് കമ്പയർ ചെയ്ത ഒരു ആത്മീക ജീവിതത്തിന് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കണമെന്നത് വളരെ വ്യക്തമായിട്ട് വരച്ച് കാട്ടിയ ദൈവദാസനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്തൃദാസിയും കുഞ്ഞുങ്ങളെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അതുപോലെ തന്നെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെയും നാമത്തിലുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയം പ്രിയ ദാസനോട് ഞാൻ അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഇന്ന് വചനം ശുശ്രൂഷിക്കുവാനിരിക്കുന്ന 8/2 കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സാബു ചാരുവേലിൽ പ്രിയ കർത്തൃദാസൻ്റെ മെസ്സേജ് നമുക്ക് ക്യാൻസലായി. കാരണം പ്രിയ ദാസൻ്റെ കുഞ്ഞിന് സുഖമില്ലാത്ത അവസ്ഥയിൽ ഹോസ്പിറ്റലായിരുന്നു. ആയതിനാൽ ആ മെസ്സേജ് നൽകുവാൻ തക്കവണ്ണം ഇടയായില്ല. എന്നാൽ വ്യാഴാഴ്ച അതേ സന്ദേശം അതേ സബ്ജക്റ്റ് തന്നെ കർത്തൃദാസൻ നമുക്ക് നൽകുന്നതായിരിക്കും എന്ന് ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും വളരെയേറെ എൻ്റെ ഒരു കൊച്ചു സഹോദരനെ പോലെ ഞാൻ കാണുന്ന എൻ്റെ സഹോദരനാണ് പാസ്റ്റർ സാബു ചാരുവേലിൽ. പ്രിയ കർത്തൃദാസനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. വിളിക്കുമ്പോഴൊക്കെയും വളരെ ഒരു സന്തോഷത്തോടു കൂടി കടന്നു വരുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ്. എനിക്ക് വളരെ സന്തോഷവും വളരെ തൃപ്തിയാണ് പ്രിയ ദൈവദാസനോട്. ആകയാൽ കർത്താവിൻ്റെ ദാസനെയും ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൻ്റെ നാമത്തിലുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് 9-ാം തീയതി ഇന്ന് വചനം നൽകുവാനിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീത ദൈവദാസൻ, ഞാൻ വളരെയേറെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സിജു സി ബേബി, പ്രിയ കർത്തൃദാസൻ മാഹെ, പ്രിയ കർത്തൃദാസൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് നമുക്ക് ലഭിക്കുവാനായിട്ടുള്ളത്. ദൈവമക്കളെ, ശൂന്യത മാറ്റുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നത്തെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി മാറട്ടെ എന്ന് നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അല്പസമയം നീണ്ടുപോയതിൽ ദൈവനാമത്തെ
നാമത്തിൽ ക്ഷമിക്കുക. എങ്കിലും കർത്താവിൻ്റെ ദാസൻ ആ സമയങ്ങളെ അതേകൂടെ ക്രമീകരിച്ച് വചനത്തിൻ്റെ ശുശ്രൂഷയിൽ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്. സമയം ഒരു പ്രശ്നമല്ല എന്നത് ഞാൻ ഈ സമയം കർത്താവിൻ്റെ ദാസനോട് ഞാൻ അറിയിക്കുകയാണ്. കാരണം 5 നിമിഷം പാസ്റ്റായി പോയി, കുഴപ്പമില്ല. അത് നിങ്ങൾ ആ വചനത്തിലേക്ക് ഇറങ്ങി ആ വചനത്തെ കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യണം എന്നത് ഞാൻ ഈ സമയം സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. കർത്താവിൻ്റെ ദാസന് എല്ലാവിധ നന്മകളും ഞാൻ നേരുകയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ദൈവമക്കളെല്ലാവരും ഓൺലൈനിൽ തന്നെ നിങ്ങൾ ഉണ്ടാവണം. കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേൾക്കുവാൻ പോകുന്ന വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ദൈവമക്കളെ, ഇന്നേക്ക് അനേകരുടെ ജീവിതം ശൂന്യതയിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്, മറന്നു പോകരുത്. എന്നാൽ ആത്മീക ജീവിതത്തിൽ ആ ശൂന്യതകളെ മാറ്റുന്ന ഹല്ലേലൂയ അത് നിറവാക്കി തരുന്ന ഒരു ദൈവം നമുക്ക് മുൻപിലുണ്ട്. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ദൈവമക്കളെ, ഇപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ നമുക്ക് നൽകാൻ പോകുന്ന ശുശ്രൂഷ ദൈവകരങ്ങളിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ദാസനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്യുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓൺലൈനിലുള്ള എല്ലാ ദൈവമക്കളും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായി കർത്താവ് സകലരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നപ്പ. ശൂന്യത മാറ്റുന്ന ഒരു ദൈവം, പ്രൈസ് ദ ലോർഡ്. അനേകരുടെ ജീവിതം തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ ശൂന്യതകളെ മാറ്റുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നത് വചനത്തിലൂടെ സ്ഥാപിക്കാൻ പോവുകയാണ്. കർത്താവെ, അനേക ജനഹൃദയങ്ങൾക്കത് ആശ്വാസമായി മാറട്ടെ. അങ്ങയുടെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ അപ്പ. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഇറങ്ങി വന്ന പ്രിയ മകനെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ, വലിയൊരു ശക്തിയിനാൽ കർത്താവ് ഇന്നത്തെ വചനം ഘോഷിക്കുവാൻ കർത്താവ് ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി മാറട്ടെ, അനേകർക്ക് പ്രയോജനമായി മാറട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സിജു സി ബേബി അവർ ശൂന്യത മാറ്റുന്ന ദൈവം എന്ന വിഷയത്തെ ആസ്പദമാക്കി വചനം നമുക്ക് വേണ്ടി ഘോഷിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അല്പനിമിഷം, ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റോളം പോയിരിക്കുകയാണ്. സമയത്തെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എടുത്തുകൊണ്ട് വിഷയം അത് പൂർത്തീകരിച്ചതിന് ശേഷം ആ വിഷയത്തിൽ നിന്നും വിരമിച്ചാൽ മതി എന്നത് ഞാൻ താഴ്മയോടുകൂടി തന്നെ ഈ സമയം ഞാനത് അപേക്ഷിക്കുകയും ഞാൻ ഈ സമയം അത് പറയുകയും ചെയ്യുകയാണ്. ദൈവമായ കർത്താവ് സകല നന്മകളോടെ കർത്താവിൻ്റെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ. ആത്മാവിൻ്റെ വലിയൊരു വ്യാപാര ശക്തിയിനാൽ കർത്താവ് നിറയ്ക്കട്ടെ എന്ന് ഞാൻ വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് പ്രൈസ് ലോർഡ് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമമിടുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിലുള്ളവർ ദയവ് ചെയ്ത് ആരും പോകരുത്. നല്ല ഒരു സന്ദേശം നമുക്കുണ്ട് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ വിരമിപ്പിക്കുന്നു. കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.